ബി.ജെ.പി. നേതൃയോഗത്തിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ തുറന്നടിച്ച് മുതിർന്ന നേതാക്കൾ. എല്ലാം തീരുമാനിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറും എസ് സുരേഷും അനൂപ് ആന്റണിയും അടങ്ങുന്ന കിച്ചൺ ക്യാബിനറ്റാണെന്ന് കെ സുരേന്ദ്രനും വി മുരളീധരനും സി.കെ. പത്മനാഭനും വിമർശനം ഉന്നയിച്ചു. തൃപ്പൂണിത്തുറ സീറ്റ് ഘടകകക്ഷിക്ക് നൽകിയത് ആനമണ്ടത്തരമെന്നും യു.ഡി.എഫിന് അധികാരം സ്വർണ്ണത്തളികയിൽ കൊണ്ടുപോയി കൊടുത്തതെന്നും ആക്ഷേപമുയർന്നു. സ്വാധീന ശക്തിയുള്ള 7 മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച ബി.ജെ.പി. പരിശോധിക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയത് മുതൽ തന്നെ പാർട്ടി നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഭാരവാഹി യോഗത്തിലും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംഘടനാ ജനറൽ സെക്രട്ടറി എസ് സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ചേർന്ന കിച്ചൺ ക്യാബിനറ്റിനായി നേതൃത്വം പ്രവർത്തിക്കുന്നുവെന്നാണ് പ്രധാന ആക്ഷേപം. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്താതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും കെ സുരേന്ദ്രനും വി മുരളീധരനും വിമർശനം ഉന്നയിച്ചു. ബി.ജെ.പിക്ക് 30,000-ലേറെ വോട്ടുള്ള 40ഓളം സീറ്റുകൾ ഘടകകക്ഷികൾക്കും ദുർബലർക്കും നൽകിയെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ സി.കെ. പത്മനാഭൻ കുറ്റപ്പെടുത്തി. തൃപ്പൂണിത്തുറ സീറ്റ് ഘടകകക്ഷിക്ക് നൽകിയത് ചരിത്രബോധമില്ലായ്മയിൽ പിറന്ന ആനമണ്ടത്തരമായിരുന്നു. ഇതിലൂടെ യു.ഡി.എഫിന് സ്വർണ്ണ തളികയിൽ അധികാരം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ബലിദാനികളെ അപമാനിച്ചതിന് തുല്യമാണ് കൊടുങ്ങല്ലൂർ സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകിയതെന്നും ഭാരവാഹി യോഗത്തിൽ വിമർശനമുയർന്നു. എന്നാൽ ഭാരവാഹി യോഗത്തിൽ വിമർശനമുയർന്നെന്ന വാർത്ത നേതൃത്വം തള്ളി. പാലക്കാടടക്കം പ്രതീക്ഷ വെച്ച സീറ്റുകളിൽ ഉണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്ന് എം.ടി. രമേശ് പറഞ്ഞു. ആരോപണം ഉന്നയിച്ച ആളുകൾ ഇപ്പോൾ ഏറ്റുപിടിക്കുന്നില്ലല്ലോ. ഞങ്ങൾ യു.ഡി.എഫ് കൊണ്ടുവന്ന ആരോപണം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പിന്നെ പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ ഞങ്ങൾ പ്രതീക്ഷ ഏൽപ്പിച്ച ചില മണ്ഡലങ്ങൾ ഞങ്ങൾ തോറ്റിട്ടുണ്ട്. അത് വിജയിക്കാൻ ശ്രമിക്കും. പാലക്കാട് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഒന്നല്ലോ. നിയമസഭാ കക്ഷി നേതാവായി രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഔദ്യോഗിക പക്ഷം നിർദ്ദേശിച്ചെങ്കിലും ഭൂരിപക്ഷം വി മുരളീധരനൊപ്പം നിന്നു. വി.ഡി. സതീശനും പിണറായി വിജയനുമെതിരെ സഭയിൽ ഇരുത്തം വന്ന നേതാവ് വരണമെന്ന അഭിപ്രായമാണ് ഭാരവാഹി യോഗത്തിൽ ഉയർന്നത്. പാർട്ടി നേതൃത്വത്തിനെതിരായ മുതിർന്ന നേതാക്കളുടെ വിമർശനം വരും ദിവസങ്ങളിലും ചർച്ചയാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.